ഞാൻ പറയുന്ന വാചകം നിങ്ങൾ എടുത്തു വെച്ചോളൂ. നരേന്ദ്രമോദിക്കെതിരെ എന്ന ഒരു വാചകം മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് ഈ 10 വർഷത്തിൽ ഞാൻ കേട്ടിട്ടില്ല. മോദി എന്ന വാക്ക്, മോദി എന്ന പേര് പറയുന്ന കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ നമ്മൾ കേട്ടത് റിപ്പോർട്ടർ ടിവിയിൽ എഡിറ്റേഴ്സ് മീറ്റിൽ സ്മൃതി പരുത്തിക്കാട് തൻ്റെ കൂടെ ഇരിക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റ് എഡിറ്റേഴ്സിനോട് ചോദിക്കുകയാണ്, കഴിഞ്ഞ 10 വർഷമായി ഈ പിണറായി ഭരണകാലത്ത് മോദിക്കെതിരെ എന്തെങ്കിലും ഒരു 2 അക്ഷരം, മോദി എന്ന വാക്കുപോലും ഉച്ചരിക്കാൻ ഭയപ്പെട്ടിരുന്ന പിണറായി വിജയനെ അല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളത്? അല്ലാത്തൊരു പിണറായി വിജയനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളൊരു പ്രതീതി ജനിപ്പിക്കുകയാണ്. കല്ലി തുള്ളിക്കൊണ്ടാണ് അവർ ചോദിക്കുന്നത്. അവരുടെ ശരീരഭാഷയൊക്കെ കണ്ട അവരാകെ വിറയ്ക്കുന്ന പോലെയുണ്ട്. ഇത് കേൾക്കുന്നവർക്ക് എന്താ തോന്നുക? ഇത് സത്യമാണല്ലോ എന്ന് തോന്നിപ്പോകും. 2021 പിണറായി വിജയൻ കൂടുതൽ സീറ്റോടെ തുടർഭരണം നേടിയപ്പോൾ പ്രതിപക്ഷത്തുണ്ടായ ഒരു അങ്കലാപ്പുണ്ട്. ഇനി തങ്ങൾക്കൊരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയം മാറിക്കഴിഞ്ഞു. അതിൻ്റെ കാരണം ഈ പിണറായി വിജയൻ്റെ ഇമേജാണെന്ന് അവർ തിരിച്ചറിഞ്ഞതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ ഇമേജിനെ ഇടിച്ചു താഴ്ത്താൻ എന്താണ് മാർഗം, അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കാൻ എന്താണെന്നുള്ളത് റിസർച്ച് നടത്തി അവർ കണ്ടുപിടിച്ച മാർഗമാണ് പിണറായി BJPയുടെ ആളാണ്, BJPയുമായി രഹസ്യമായി ധാരണയുണ്ടാക്കി നടക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷത്തിനോട് ചേർന്ന് പോയിരുന്ന കുറേ ന്യൂനപക്ഷങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള അതിസൂത്രത്തിൻ്റെ ബലത്തിൽ കുറച്ച് മാധ്യമ പ്രവർത്തകരെ കൊട്ടേഷൻ എടുത്ത് നടത്തിയ ഒരു പ്രചരണ പരിപാടി ഉണ്ടായിരുന്നു കഴിഞ്ഞ 5 വർഷം. അത് ഫലം കണ്ടതാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അതൊരിക്കലും അതിനെ എതിർക്കാനോ അതിനെ തിരുത്താനോ പിണറായി വിജയനോ LDFനോ സാധിച്ചില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. അങ്ങനെ നടത്തുന്ന ഒരു പ്രചരണ പരിപാടിയുടെ അല്ലെങ്കിൽ ഒരു കൊട്ടേഷൻ വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇപ്പോൾ സ്മൃതി പരുത്തിക്കാട് ഇപ്പോൾ നടത്തുന്നത് കണ്ടത്. ഇത് വാസ്തവമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊന്നും നമ്മൾ ആലോചിക്കില്ലല്ലോ. നമ്മളിങ്ങനെ വിചാരിക്കുകയാണ് പിണറായി വിജയൻ എന്തെങ്കിലും ഒരു ഉദാഹരണവും പറയും. എന്നിട്ട് പിണറായി വിജയൻ BJPക്ക് വേണ്ടി സംസാരിക്കുന്ന ആളാണ്, BJPയുമായി സന്ധി ചെയ്യുന്ന ആളാണ്. അതിന് പല കഥകളും പറയും, പല അഴിമതി കേസുകൾ ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് ആ അഴിമതി കേസുകളെല്ലാം ഒരു തെളിവില്ലാതെ അത് തള്ളിക്കളയേണ്ട സ്ഥിതി വരുമ്പോൾ ഇത് BJPയുമായി ചേർന്ന് ഒരു ഒത്തുതീർപ്പുണ്ടാക്കിയതാണെന്നും അതുകൊണ്ട് മോദി എന്ന അക്ഷരം പോലും പിണറായി പറയില്ല എന്നും ഉണ്ടാക്കിയ ഒരു പ്രതീതി അങ്ങോട്ട് ജനിപ്പിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഫിഗർ ഉണ്ടായിക്കഴിഞ്ഞാൽ ജനങ്ങളിൽ വെറുപ്പുണ്ടാവും. അത് സക്സസ് ആയി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം മുഴുവൻ കാണിക്കുന്നത്. ഒരുപാട് ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തിനോടൊപ്പം വന്നവരെല്ലാം തിരിച്ച് മറുപക്ഷത്തേക്ക് പോകുന്നു. അതിനുവേണ്ടി മാധ്യമങ്ങളിൽ ഒരുപാട് പേരെ വാടകയ്ക്കെടുത്ത് കൊട്ടേഷൻ എടുത്ത് നടത്തുന്ന ഒരു പരിപാടിയുടെ ശ്രമങ്ങളുടെ ഭാഗമാണ് നമ്മൾ കണ്ടത്. ഇതാണ് അതിൻ്റെ സത്യം എന്നുള്ളത് തിരിച്ചറിയാൻ LDFന് കഴിഞ്ഞില്ല, പിണറായി കഴിഞ്ഞില്ല. പിണറായി ഒരിക്കലും ഇത്തരം ആക്ഷേപങ്ങൾക്ക് നേരിട്ട് വന്ന് മറുപടി പറയുന്ന ഒരു ശീലമുള്ള ആളായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ തിക്തഫലം അവർ അനുഭവിക്കുകയാണ്. ഇടതുപക്ഷത്തു നിന്നാകട്ടെ ഇതിനെ മറികടക്കാനായിട്ടോ തിരുത്താനായിട്ടോ പ്രഗത്ഭരായ ആരും തന്നെ വന്നില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്. യഥാർത്ഥത്തിലുള്ള വസ്തുത ഈ കാലഘട്ടത്തിൽ പിണറായി മോദിക്കെതിരെ ഒന്നും പറഞ്ഞില്ലായിരുന്നോ എന്നുള്ളതൊന്നും ഓർക്കാൻ നമ്മുടെ മലയാളിക്ക് പ്രത്യേകിച്ച് ഈ ഓർമ്മശക്തിയൊന്നുമില്ലല്ലോ. അത് നന്നായിട്ട് ആർക്കറിയാം? ഈ സ്മൃതി പരുത്തിക്കാടിനെ പോലെയുള്ള ഇത്തരം കൊട്ടേഷൻ എടുക്കുന്ന മാധ്യമപ്രവർത്തകർക്കറിയാം. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ജനം വിശ്വസിക്കുകയും അവരെല്ലാം LDFന് തിരിഞ്ഞു കുത്തുകയും ചെയ്തത്. കാരണം BJPയെ അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ അവരുടെ കൂടെ പോകുന്നു എന്ന് പറഞ്ഞവർ അംഗീകരിക്കാൻ പറ്റുമോ? അതാണ് ഇവിടെ കണ്ടത്. ഈ സ്മൃതി പരുത്തിക്കാട് പറയുന്നതിൽ എന്തെങ്കിലും ഒരു വാസ്തവമുണ്ടോ? അത് വാസ്തവ വിരുദ്ധമാണോ എന്ന് ഇനി നമ്മളൊരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ സത്യം എന്നായാലും മലയാളി അറിഞ്ഞിരിക്കണമല്ലോ. ഈ പിണറായി വിജയൻ ഈ 10 വർഷമായി മോദിയെയും BJPയെയും RSSനെയും വിമർശിക്കുകയേ ചെയ്തിട്ടില്ല എന്നൊരു പ്രതീതി ഉണ്ടാക്കി വലിയൊരു വോട്ട് ബാങ്കിനെ ഇടതുപക്ഷത്തു നിന്ന് അകറ്റിക്കൊടുക്കുന്ന വലിയൊരു ദൗത്യം ഏറ്റെടുത്ത ഒരു മാധ്യമ പ്രവർത്തകയാണ് ഈ കലിതുള്ളിക്കൊണ്ട് ഈ പ്രകടനം നടത്തുന്നത്. അത് വിശ്വസിച്ച കുറേ പേരെങ്കിലും ഈ പിണറായിയെ ശത്രുവായി കണ്ടിരുന്നു എന്നുള്ളതാണ് സത്യം. ഇനി സത്യം എന്താണെന്ന് നമ്മുടെ പ്രേക്ഷകർ ഒന്ന് കണ്ടു നോക്കൂ. കാരണം സത്യം എന്നായാലും മലയാളിയും കേരളവും അറിയണമല്ലോ. നമുക്ക് കേട്ടു നോക്കാം. മോദിയോട് ഒരു കാര്യമേ പറയാനുള്ളൂ. തെരഞ്ഞെടുപ്പ് ചട്ടം എല്ലാവർക്കും ബാധകമാണ്. അത് പ്രധാനമന്ത്രിക്കും ബാധകമാണ്. കേരളത്തിൽ വന്ന് തീർത്ഥാടകരെന്ന് മാത്രം പറഞ്ഞു, തീർത്ഥാടന കേന്ദ്രം എന്ന് മാത്രം പറഞ്ഞ് തൊട്ടപ്പുറം മംഗലാപുരം അവിടെ പോയി നേരെ ശബരിമലയെയും അയ്യപ്പനെയും എല്ലാം എടുത്തു പറഞ്ഞ് കേരളത്തെ അപമാനിക്കാൻ പുറപ്പെടുന്നത് മാന്യതയല്ല. ആ സ്ഥാനത്തിരിക്കുമ്പോ ആ മാന്യത പുലർത്താനുള്ള ആർജവം കാണിക്കണം എന്നാണ് മോദിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി വിജയൻ മോദിക്കെതിരെ മോദി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സംസാരിക്കുന്നതാണ്, അദ്ദേഹത്തെ വിമർശിക്കുന്നതാണ്. പക്ഷേ ഈ വാക്കുകൾ സ്മൃതി പരുത്തിക്കാടിലെ പത്രപ്രവർത്തകർ കേട്ടില്ല.
അങ്ങനെ കേട്ടിരുന്നെങ്കിൽ അവർ ഈ കലി തുള്ളുമായിരുന്നില്ല, അവരിങ്ങനെ ഒരു കൊട്ടേഷൻ എടുക്കുമായിരുന്നില്ല. എന്തെങ്കിലും ആകട്ടെ, ഒരു തവണയല്ലേ പറഞ്ഞുള്ളൂ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ബാക്കിയും കൂടെ കേട്ടു നോക്കാം. ഇസ്രയേലിലെ സയോണിസ്റ്റുകളും ഇവിടുത്തെ RSSും ഇരട്ടപ്പറ്റ സഹോദരങ്ങളാണ്. ഈ പറയുന്ന നെതന്യാഹുവിനെ കെട്ടിപ്പിടിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നാം കാണുന്നു. ഇത്രയെല്ലാം കൂട്ടക്കുരുതികൾ നടന്നിട്ട് അരയക്ഷരം അതിനെതിരെ സംസാരിച്ചു. അമിത്ഷാ, നരേന്ദ്രമോദി, ഇതൊന്നും അവർക്ക് പല താല്പര്യങ്ങളും ഉണ്ടാവും. ആ താല്പര്യം അവരുടെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുന്നുണ്ട്. ഇവിടെ അക്രമം കാണിക്കാൻ പുറപ്പെട്ടാൽ അഴിയെണ്ണും. ഓർമ്മ വെച്ചോ. ഇപ്പോൾ നമ്മൾ കേട്ടത് ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനിടെ പിണറായി വിജയൻ അമിത്ഷായെയും RSSനെയും നരേന്ദ്രമോദിയെയും പല വിഷയങ്ങളും വിമർശിക്കുന്ന പ്രസംഗങ്ങളല്ലേ, അദ്ദേഹത്തിന്റെ വാക്കുകളല്ലേ. പക്ഷെ ഇതൊന്നും നമ്മുടെ സ്മൃതി പരുത്തിക്കാടിന്റെ കാതുകളിൽ വീണിരുന്നില്ല. അഥവാ വീണിരുന്നെങ്കിലും അതൊന്നും കേട്ടതായി ഭാവിച്ചില്ല. കാരണമുണ്ടല്ലോ, അവർക്ക് ഉദ്ദേശം വേറെയായിരുന്നല്ലോ. ഈ പിണറായിയെ താഴെ ഇറക്കുക, തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുക, തന്നെ ഏൽപ്പിച്ച കൊട്ടേഷൻ പൂർത്തിയാക്കുക എന്നുള്ളതായിരുന്നു. അത് സാധിച്ചു എന്നുള്ള കാര്യത്തിൽ അവർക്ക് ആത്മസംതൃപ്തി നേടാം. പക്ഷെ അവരുടെ മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കണം. ഈ ചോദ്യം ചോദിച്ചല്ലോ, 10 വർഷത്തിനിടയിൽ മോദി എന്നൊരു 2 അക്ഷരം പറയാൻ പിണറായിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ആ സ്മൃതി പരുത്തിക്കാട് ഇത് കേൾക്കുകയാണെങ്കിൽ ഒരു കുറ്റബോധം തോന്നണം. മലയാളികളെ പറ്റിച്ചതിന് ഒരു കുറ്റബോധം തോന്നണം എന്ന് മാത്രമേ ഇവിടെ പറയാനുള്ളൂ. ഇത്രമാത്രമൊന്നുമല്ല കേട്ടോ. പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷത്തിനിടെ BJPയെയും RSSനെയും അമിത്ഷായെയും വിമർശിച്ചിട്ടുള്ള, അതിനിശിതമായി വിമർശിച്ചിട്ടുള്ള ഒരുപാട് വിഷയങ്ങളിൽ ആവശ്യമുള്ളിടത്തെല്ലാം തന്നെ വിമർശിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല, നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഓർമ്മകളെ പരീക്ഷിക്കുകയായിരുന്നു ഈ മാധ്യമപ്രവർത്തകരിൽ പലരും. അതിലൊരാളാണ് സ്മൃതി പരുത്തിക്കാട്. മാധ്യമപ്രവർത്തനം എന്നുള്ളത് സത്യസന്ധമായ കാര്യങ്ങൾ അതാത് സമയത്ത് ജനങ്ങളെയും ലോകത്തെയും അറിയിക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഉദ്ദേശം. എന്നാൽ ഇപ്പോൾ നടക്കുന്നത് എന്താണ്? നുണകൾ ഉണ്ടാക്കുക, ആ നുണകളെ സത്യമാണെന്ന് ധരിപ്പിക്കുന്ന വിധം മാധ്യമങ്ങളെ ഉപയോഗിച്ച് ജനങ്ങളിലെത്തിക്കുക, അങ്ങനെ പ്രതീതി നിർമ്മാണം നടത്തുക, അതിന് പണം കൈപ്പറ്റുക, പ്രതിഫലം കൈപ്പറ്റുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അതുകൊണ്ട് തന്നെ നുണയും അവാസ്തവവും പ്രചരിപ്പിക്കാൻ ഒരു ഉളുപ്പുമില്ലാതെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, ഒരു കുറ്റബോധവും ഇല്ലാതെ ഇങ്ങനെ മാധ്യമങ്ങളിൽ വന്നിരുന്ന് അന്തിച്ചർച്ചകൾ നടത്തിയിട്ട് ആരെയും താറടിച്ച് കാണിക്കാൻ ഒരു വിഷമവും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് നമ്മുടെ മാധ്യമ പ്രവർത്തനം എഴുതിയതിൻ്റെ ഒരവസാന ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അങ്ങനെയാണ് ഒരു ഭരണകൂടത്തെ താഴെ ഇറക്കിയതിൻ്റെ ചെറിയ കോൺട്രിബ്യൂഷൻ്റെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇങ്ങനെ പല മാധ്യമങ്ങളിൽ പലരും ഇരുന്നു കൊണ്ട് ഈ വിധത്തിൽ ഒരു ഭരണത്തെയോ ഒരു വ്യക്തിയെയോ ആരോ ആകട്ടെ, ഭരണത്തിലുള്ള അല്ലാത്തത് പൊതുസമൂഹത്തിലെ ഏത് വ്യക്തിയെയും താറടിച്ച് കാണിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, ഇവർക്ക് ഒരു മനസാക്ഷി കുത്തുമില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പിണറായി വിജയൻ ഈ 10 വർഷം നമ്മൾ കാണിച്ച ഭാഗങ്ങളല്ല കേട്ടോ, ഇനിയും കുറച്ച് ഭാഗങ്ങളും കൂടെ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വാസ്തവം മനസ്സിലാകും, എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് തോന്നും. അവർക്ക് കുറ്റബോധമുണ്ടാവാൻ വഴിയില്ല എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ നമുക്കെങ്കിലും ഇത് വിശ്വസിച്ച നമുക്കെങ്കിലും ഒരു കുറ്റബോധം ഉണ്ടാവണമല്ലോ. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇതൊക്കെ പ്രധാനമന്ത്രി എന്നയാൾക്ക് പറയേണ്ട മറുപടി അല്ല, മറ്റൊരു തരത്തിലാണ് പറയേണ്ടത്. പക്ഷെ ആ പ്രധാനമന്ത്രി സ്ഥാനത്തോടൊരു ബഹുമാനം കാണിക്കണമല്ലോ. അതുകൊണ്ട് ആ അർഹിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ ഞാൻ മടിക്കുകയാണ്. വൈദ്യരെ സ്വയം ചികിത്സിക്കുമെന്ന് മാത്രമേ അതിന് പറയാനുള്ളൂ. നിങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കാൻ നടക്കണ്ട. നിങ്ങളുടെ രീതികൾ മാറ്റുകയാണ് വേണ്ടത്. നിങ്ങളുടെ രീതികൾ മാറ്റുന്നതിന് സംഭാവന ചെയ്യാണോ ഏതെങ്കിലും ഘട്ടത്തിൽ മോദി ചെയ്തിട്ടുള്ളത്? ഇവിടെ പശുവിന്റെ പേരിൽ കൊലപാതകങ്ങൾ നടന്നു, വീട്ടിലെ അടുക്കളയിൽ സൂക്ഷിച്ച ഭക്ഷണത്തിന്റെ പേരിൽ കൊലപാതകങ്ങൾ നടന്നു, രാജ്യമാകെ അതിനെ അപലപിച്ചു. ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങളുടെ നാക്ക് അനങ്ങിയോ? ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലക്ക് ആ അക്രമികൾക്കെതിരെ അക്ഷരം നിങ്ങൾ സംസാരിച്ചോ? നിങ്ങൾക്കോ നിങ്ങളുടെ കൂടെയുള്ള ഭരണാധികാരികൾക്കോ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയാതിരുന്നത്? ഇങ്ങനൊരു പച്ച കള്ളം ഒരു പ്രധാനമന്ത്രി പറയാമോ? ആരെയെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമായ പ്രവർത്തനത്തിനാണ്. മറ്റ് സംസ്ഥാനങ്ങളില് മോദിയുടെ അനുഗ്രഹാശിസുകളോടെ സംഘപരിവാറുകാർക്ക് ജയിലിൽ കടക്കേണ്ടി വരുന്നില്ലായിരിക്കും, അവരുടെ പേരിൽ കേസെടുക്കുന്നില്ലായിരിക്കും. അത് കേരളത്തിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കണ്ട. നിങ്ങൾ കാണിച്ച ഇരട്ട താപ്പ് എന്തായിരുന്നു മോദി? നിങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിനെ അറിയിച്ചു, ശക്തമായ നടപടിയെടുക്കണം, 144 അവിടെ പ്രഖ്യാപിക്കണം, നിരോധനാജ്ഞ പ്രഖ്യാപിക്കുക മാത്രമല്ല ഇവിടുന്ന് സേന, കേന്ദ്ര സേന ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണം,
നിങ്ങളെ ഗവൺമെന്റ് അല്ലേ സംസ്ഥാന ഗവൺമെന്റ് അറിയിച്ചത്? മോദിയുടെ ഗവൺമെന്റ് ഇത്തവണ അധികാരത്തിൽ വന്നതിന് ശേഷം BJPയുടെ ഗവൺമെന്റ് 10 വർഷമാവുകയാണ്. ഈ 10 വർഷക്കാലത്തെ നമ്മുടെ അനുഭവം എല്ലാ രീതിയിലും രാജ്യത്തിന്റെ മൂല്യങ്ങളാകെ തകർക്കുന്നതാണ്. നമ്മുടെ പ്രധാനമന്ത്രി ഡൽഹിയിൽ ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ പോയി ഷൂ അഴിച്ചു വെച്ചാണ് അകത്തേക്ക് കടന്നത്. ഒരു ആദരവോടെയാണ് അകത്തേക്ക് കടന്നത്. അത് കേൾക്കുമ്പോ അവിടെ ഇരുന്ന എനിക്ക് ദീപികയുടെ മുഖപ്രസംഗമാണ് എന്താണ് വടക്കേ ഇന്ത്യയിലെ സ്ഥിതി, ഏതു തരത്തിലുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത് എന്ന്. ആക്രമണങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ശക്തമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നത് ക്രൈസ്തവ സമൂഹത്തെ ആകെ വേദനിപ്പിക്കുന്ന സ്ഥിതി വരുന്നു. ഇവിടെ അരമനയിൽ കയറിയതുകൊണ്ടോ അവരുടെ മുന്നിൽ കേക്ക് വെച്ച് നീട്ടിയതുകൊണ്ടോ അത് ഇതിനൊന്നും പരിഹാരമല്ല.